ഇന്നാള് ലുലുവിൽ പോയ സമയത്ത് ഒരു കുട്ടി വന്നിട്ട് ആ കുട്ടിക്ക് സംസാരിക്കാൻ വാക്കുകളില്ല, ആ കുട്ടി ഇങ്ങനെ കരയാണ്. ഇത്തന്നെ വീഡിയോസ് കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും പഠനം സ്റ്റാർട്ട് ചെയ്തു, ഏർണിങ്സ് തുടങ്ങി, എൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നു, എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. അതേപോലെ മക്കള് 3rd പ്രഗ്നൻ്റ് ആയിട്ടൊരു ലേഡി, അവരുടെ ഭർത്താവ് അബോർഷൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് അബോർഷൻ ചെയ്യാനാണോ ചോദിക്കുന്നത്, ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല. ആ കുട്ടി നിങ്ങളുടെ ഒരു കാര്യത്തിനും ഒരു തടസ്സമാവില്ല, നിങ്ങൾ എന്തിനാ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടു. അത് അവർ 2 വർഷത്തിന് ശേഷം വീണ്ടും മോൻ്റെ ഫോട്ടോ ഇട്ടിട്ട് പറയാ, 2 പെൺകുട്ടികളായിരുന്നു എനിക്ക്, 3ാമത്തെ ആൺകുട്ടിയാണ് ജനിച്ചത്, ഇവൻ ജനിക്കാൻ കാരണം ഇത്തയാണ്. അല്ലെങ്കിൽ അന്ന് നമ്മളിത് കളഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു ജീവൻ, നമ്മൾ ഈ 4-5 മക്കളെ വെച്ച് ഇത്രയും നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് ആയിക്കൂടാന്നുള്ളൊരു തോന്നൽ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു നേട്ടവും എൻ്റെ അനുഗ്രഹവും അതായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ ഏർണിങ്സിനേക്കാളും ഒരുപാട് ജീവനുകൾ വരാനായിട്ട് നമ്മൾ കാരണമായി. പിന്നെ ചിലര് പറയാറുണ്ട്, നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഒന്നും കൂടെ പ്രസവിക്കാൻ തോന്നുന്നു. ഇന്ത്യൻ പോപ്പുലേഷനെ പറ്റി ഇനിയിപ്പോൾ അടുത്തത് കമന്റ് വരും. പക്ഷെ ആക്ച്വലി നമ്മൾ അധ്വാനിച്ച് അവരെ നല്ല നിലയിൽ നോക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കുട്ടികളെ എങ്ങനെ വളർത്തിയെടുക്കുന്നു, നാളത്തേക്ക് സമൂഹത്തിലേക്കുള്ള ഒരു വാഗ്ദാനങ്ങളല്ലേ ഈ മക്കൾ. അങ്ങനെയും ചിന്തിക്കാം. പക്ഷെ വേറൊരു കാര്യമുള്ളത്, ഈ വീട്ടിനകത്ത് ഇത്രയും പിള്ളേര് വരുന്ന സമയത്ത് അടിയും 2 പേരാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്ത് വിടാം. ഈ 5 പേര് തമ്മിൽ ടക്ക് ടക്ക് വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. 5 പേരുടെ ഇടയിൽ ഇത്ര ഏജ് ഗ്യാപ്പുകളുണ്ട്. ഇവിടെ ഹെഡ് ഓഫീസറും അസിസ്റ്റന്റ് ഹെഡ് ഓഫീസറൊക്കെ ഉള്ളതുകൊണ്ട് അല്ല, ആക്ച്വലി എന്നെക്കാളും പേടി മക്കൾക്ക് റനക്കുട്ടീനെയാണ്. ഇവരാണ് എല്ലാം കുട്ടികളെ മാനേജ് ചെയ്യുന്നത്. ഇവരാരെങ്കിലും എന്നെ വന്ന് ഇടങ്ങറാക്കുമ്പോ ഞാൻ റെന എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എടുത്ത സാധനങ്ങൾ അവിടെ വെക്കും. നേരെ മറിച്ച് ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഭയങ്കര ആക്റ്റീവാണ്, ഇവരാരും പേടിക്കില്ല. ഞാൻ മാറിക്കഴിഞ്ഞാൽ ഇക്ക പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര അങ്ങോട്ട് എന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ലാതെ അങ്ങനെ വിടുന്ന. പക്ഷെ നമ്മള് അവരെ എന്തെങ്കിലും അവര് തെറ്റ് ചെയ്താൽ തെറ്റാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണല്ലോ. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാലും അവര് വിചാരിക്കും വീടിനകത്തുള്ള പോലെ നമുക്ക് പെരുമാറാം എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ അത് തിരുത്തി കൊടുക്കും. അപ്പൊ ഇക്ക വന്നു കഴിഞ്ഞപ്പോ ഞാൻ കഷ്ടപ്പെട്ട് എല്ലാരും ഉറക്കിയിട്ടുണ്ടാവും. ആളുടെ വണ്ടി സൗണ്ട് കേട്ടാ വല്ല കടന്നൽക്കൂട്ടം പൊട്ടിത്തെറിക്കണ പോലെ ഒരൊറ്റ ഓട്ടായിരിക്കും. പിന്നെ എന്റെ അടുത്ത് കാര്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ അന്നത്തെ ഉറക്കം കഴിഞ്ഞു. അതാണ് പ്രശ്നം. റെനെ ആയിട്ടുള്ള ഒരു അമ്മ മകൾ ബന്ധം അതെങ്ങനെയാണ്? കാരണം ചില കാര്യങ്ങൾ സിലുയുടെ ലൈഫിൽ നിന്ന് പഠിച്ച കുറെ കാര്യങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യാനും നോക്കും, അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാതിരിക്കാനും നോക്കും. സോ ആ ഒരു അമ്മ മകൾ ബന്ധം, ഞങ്ങളുടെ അമ്മ മകൾ ബന്ധം എന്നുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മോർ ലൈക്ക് ഫ്രണ്ട്സ്. എന്താ വെച്ചാൽ അമ്മ ആ ഫ്രീഡവും ആ സ്നേഹവും ഒക്കെ ഇതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം ഇരുത്തി ഞാൻ പറഞ്ഞു കൊടുക്കും, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ഡെയിലി വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് ആരും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കഥകളൊക്കെ അമ്മ എടുത്തിരിക്കും. നല്ല പണികളാണോ ഇരുന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാനിപ്പോ പറയും, കുറച്ച് ദിവസം കഴിയട്ടെ, എന്റെ കോളേജിന്റെ കഥ ഞാൻ നിന്നെ പറഞ്ഞ് വെറുപ്പിക്കാം, അപ്പൊ നീ കേട്ടോണ്ടിരിക്കുക പറയും.